നെതർലൻഡിനെ ഒരു കൂട്ടം ജനങ്ങൾ പഞ്ഞിക്കിട്ടു. എന്തിന്? നെതർലൻഡിനെ ജീവിക്കാൻ സമ്മതിക്കാത്ത ഗാസ്റ്റ്. 2 മഞ്ഞക്കമ്പ് തേടിയിറങ്ങിയ ഞാൻ എന്ത് ചെയ്യും? പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. അയ്യോ അയ്യോ, ചത്ത് ബ്ലോക്ക് പോയി. യോ മച്ചൂസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ എപ്പിസോഡ് 9 ആണ്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഇന്ന് നമുക്ക് എങ്ങനെയെങ്കിലും നെതറിൽ പോകണം ഗൈസ്. ആൻഡ് അതിനുവേണ്ടി നമുക്ക് നേരെ പോയിട്ട് ഒരു ഡയമണ്ട് പിക്കാക്സ് ഒക്കെ ഉണ്ടാക്കാം ഗൈസ്. ആൻഡ് ഗൈസ് നമ്മുടെ ആർമറെല്ലാം പൊട്ടാറായിരിക്കുകയാണ്. സോ നമുക്കൊരു ഗോൾഡിൻ്റെ ഹെൽമെറ്റ് മാത്രം ഉണ്ടാക്കിയിട്ട് നമുക്ക് നേരെ നെതറിലോട്ട് വിടാം. ഓക്കെ, ഞാൻ എന്തായാലും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തൊരു നെതർ പോർട്ടൽ ഉണ്ടാക്കുന്നത് പോയിട്ട് ഞാൻ കാണിക്കാം ഗൈസ്. ഓക്കെ, ആൻഡ് ഡയമണ്ട് പിക്കാക്സ് ഞാൻ ഉണ്ടാക്കാം. നമ്മുടെ 9 ഡയമണ്ട് ഉണ്ടല്ലോ ഗൈസ്, നമുക്ക് കിട്ടി. മൈൻ ചെയ്തപ്പോൾ കിട്ടിയാണ്. പിന്നെ നമ്മുടെ മൈനിങ് ഏരിയ ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മീൻസ് ബിൽഡ് കംപ്ലീറ്റ് ചെയ്യില്ല, നമ്മൾ Y ലെവൽ -59 വരെ കൊണ്ടുപോയിട്ടുണ്ട്. സോ ഈ ബിൽഡ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഞാൻ ഓഫ്ലൈനിൽ ഇരുന്ന് കംപ്ലീറ്റ് ചെയ്തോളാം. ഓക്കെ, ഞാനെല്ലാം ചെയ്യേണ്ടതെന്ന് ചെയ്തിട്ട് ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ നമ്മുടെ ലാവ പൂളിൻ്റെ അവിടെ വന്നിട്ടുണ്ട്. സോ നമ്മളിപ്പോൾ ഫുൾ സെറ്റായിട്ടുണ്ട്. നമ്മുടെ കയ്യിലാണ് ഡയമണ്ട് പിക്കാക്സും എല്ലാം ഉണ്ട്. സോ ഞാനാണ് ആദ്യം നോക്കുന്നതെന്ന് വെച്ചാൽ നമുക്കല്ലാതെ ഡയമണ്ട് പിക്കാക്സിൻ്റെ ഡ്യൂറബിലിറ്റി കളയാതെ തന്നെ നമുക്കൊരു നെതർ പോർട്ടൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കുന്നത്. കാരണം ഈ ഡയമണ്ട് പിക്കാക്സ് നമുക്ക് പിന്നീട് അതിന് യൂസ് ആകും. അപ്പം മൈനിങ്ങിനൊക്കെ പോകുമ്പോഴേ അപ്പം അല്ലാതെ തന്നെ നമുക്കൊരു നെതർ പോർട്ടൽ സെറ്റാക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കുന്നത്. ഓക്കെ, 2 ഒബ്സിഡിയൻ സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. നമുക്കിനി ഇതിൻ്റെ മേളിലോട്ട് ഒരു ബക്കറ്റ് പോലെ ഉണ്ടാക്കാം ഗൈസ്. ഓക്കെ, എന്നിട്ട് ഇതിനകത്ത് ഒബ്സിഡിയൻ നൈറ്റ് ആവും ഗൈസ്. നമുക്ക് അപ്പോൾ ഒന്ന് ഉറങ്ങിയിട്ട് വരാം. ഞാൻ ഒന്ന് ഉറങ്ങിയിട്ട് നെതർ പോർട്ടൽ സെറ്റാക്കിയിട്ട് കാണാം ഗൈസ്. ഓക്കെ, ഒരു ചെറിയ പ്രശ്നം പറ്റിപ്പോയി. നമ്മുടെ വെള്ളമെല്ലാം ഒഴുകി ഇങ്ങോട്ട് വന്നു. ഞാനാണ് ഈ ലവപ്പൂള് കളയേണ്ടെന്ന് വിചാരിച്ചാണ്. ബിക്കോസ് നമുക്ക് ഈ ലാവയൊക്കെയാണ് പിന്നീട് നമുക്ക് സ്മെൽറ്റ് ചെയ്യാനായി യൂസ് ആയാലും ഗൈസ്. അതിനിപ്പോൾ പോയത് പോട്ടെ. നമുക്കിനിയിപ്പം ഇങ്ങനെ തന്നെ അങ്ങ് മൈൻഡ് ചെയ്യാം ഗൈസ്. നോർമലി നമ്മുടെ പിക്കാക്സ് വെച്ച് അങ്ങ് പൊട്ടിച്ചെടുക്കാം. നമുക്കങ്ങനെ ഒരു അഡ്വാൻസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് പൊട്ടിച്ചെടുക്കട്ടെ ഗൈസ്. ഓക്കെ, ഞാൻ പൊട്ടിച്ച് ഒരു നെതർ പോർട്ടൽ ഫുള്ളി സെറ്റാക്കിയിട്ട് നമുക്ക് കാണാം. ഓക്കെ, സോ നമ്മളങ്ങനെ നമ്മൾ നെതർ പോർട്ടൽ ഫുള്ളി സെറ്റായിട്ടുണ്ട്. സോ നമുക്ക് നേരെ ലൈറ്റ് ചെയ്ത് നമുക്ക് ഡയറക്റ്റ് കയറാം. എൻ്റെ ആകെയുള്ള പ്രാർത്ഥന ബസാൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ പെട്ട് ഗൈസ്. അവിടെ മൊത്തം മാഗ്മ ക്യൂബും ഇവിടുത്തെ മാഗ്മ ക്യൂബൊക്കെയാണ് നമ്മൾ ഇട്ടടിക്കുന്നത്. സോ നമുക്ക് നേരെ കയറാം. നെതർ വേസ്റ്റ് ആയാലും കുഴപ്പമില്ല. അടുത്തൊരു ഇത് വേണം ഗൈസ്, ഫോട്ടോസ് ഉണ്ടായിരുന്നത് നന്നായതിന്. ആൻഡ് ഓക്കെ, നമ്മളങ്ങനെ ഇതെന്താ കയറാത്തേ? ലോഡിങ് ഇഷ്യൂ ആണ് ഗൈസ്. കുറച്ച് കഴിഞ്ഞ് കയറി കയറും. അത് കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇറങ്ങിയിട്ടൊന്ന് കയറിയാലും മതി. ലോഡിങ് ഇഷ്യൂ ആണ് ഗൈസ്, പേടിക്കണ്ട. ആരും ഒന്നും പേടിക്കണ്ട ഗൈസ്, ഇത് ജസ്റ്റ് ലോഡിങ് ഇഷ്യൂ ആണ്. ഓക്കെ, ഇപ്പം കയറേണ്ടതാണ്. ഇതെന്തെങ്കിലും കറങ്ങിയിട്ട് ഇരിക്കുന്നത് ഗൈസ്. എന്തോ പ്രശ്നം പറ്റിയെന്നാണ് തോന്നണേ. ഒന്ന് ഇറങ്ങി നോക്കാമല്ലോ. എന്തിനിങ്ങനെ എന്ത് പറ്റി ഗൈസ്? ഓക്കെ, എന്തോ പറ്റിയെന്തോ. ഓക്കെ, അത് ലോഡിങ് ഇഷ്യൂ ആയിരുന്നു, പറ്റില്ല. ഓക്കെ, നമ്മളങ്ങനെ എന്താണ്, എന്ത് ഇരുട്ടാടാ, ഒന്നും കാണാൻ പോലും പറ്റുന്നില്ലല്ലോ. എന്താണിതിങ്ങനെ? നമ്മുടെ ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ എടുത്ത് നമുക്ക് കത്തിച്ച് പോകാം ഗൈസ്. ഒട്ടും ലൈറ്റ് ഇല്ല ഗൈസ്, നമുക്ക് കത്തിച്ച് പോകാം. വ്യൂമരെ ഇടിക്കാൻ മതിയാണോ? അല്ലല്ലോ, പേടിച്ച് ഞാൻ ഗോൾഡ് ഇട്ടിട്ടില്ലയോ എന്നൊരു ഡൗട്ട് പെട്ടെന്ന്. ഞാൻ അത് നോക്കിയേ. ഓക്കെ, തീ കത്തി, സൂപ്പർ. നമ്മുടെ ഫുഡും തീർന്നു ഗൈസ്. നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാനം നമുക്ക് ആ വില്ലേജിൽ പോയിട്ട് കുറച്ച് ഫുഡ് എടുക്കണം ഗൈസ്. ആൻഡ് ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്? നമുക്ക് ആ ഒരു ഏരിയയിലോട്ട് പോകാം നമുക്ക്. എന്നിട്ട് അവിടെ ഒരു ബ്രിഡ്ജ് പോലെ സെറ്റാക്കാൻ. എന്താണ് ഭയങ്കര ഇരുട്ട്. ഓ മോനെ, കിടിലല്ല അപ്പോൾ. ആൻഡ് ഇത് വിഷയമാകും. എൻ്റെ പൊന്നട ഇത് നെതർവേഷനൊക്കെ പറഞ്ഞിട്ട് ഒന്നും കാണുന്നില്ലല്ലോ ഇവിടെ. എൻ്റെ പിന്നെ റണ്ടർ ഡിസ്റ്റൻസും കുറവാണ് ഗൈസ്. ഞാൻ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ, ഞാൻ അവിടെ നിന്ന് കുറച്ചധികം ഇങ്ങോട്ട് ബ്രിഡ്ജ് ചെയ്ത് വന്നു. സോ ഇപ്പോൾ അടുത്ത് വേറൊരു ഐലൻഡ് വേണം നമുക്ക് കാണാം. ഐലൻഡല്ല, ലവയുടെ അടുക്ക് വേറൊരു ഇത് കാണാം. അത് വേറെ ഭയമൊന്നുമല്ല, നെതർ വെസ്റ്റ് തന്നെ. ബട്ട് നമുക്ക് ഇങ്ങോട്ടൊന്ന് ഇറങ്ങി നോക്കാം ഇല്ലേ ഗൈസ്? പക്ഷേ ചെറിയൊരു ഗ്യാസിൻ്റെ സൗണ്ട് കേൾക്കുന്നില്ലേ എന്നൊരു ഡൗട്ട് ഗൈസ്. ഞാൻ എന്തായാലും അങ്ങോട്ടൊന്ന് ബിൽഡ് ചെയ്ത് ഇറങ്ങട്ടെ ഗൈസ്. ഞാൻ ചെറുതായിട്ടൊന്ന് താഴോട്ട് കഴിയുന്നു, കുറച്ചെൻ്റെ ലൈഫ് പോയി. എന്നാലും ഞാൻ ഇങ്ങോട്ടൊന്ന് ഇറങ്ങാം ഗൈസ്. നമ്മുടെ ഹെൽത്തൊക്കെ ഒന്ന് കയറ്റിയിട്ട് ഇവിടെ ചെറുതായിട്ടൊരു ഗേസ്റ്റിൻ്റെ സൗണ്ട് വരും. അയ്യോ എടാ, ഇത് തിരിച്ചിങ്ങനെ വിടുന്ന ഏത് ബട്ടനാടാ ഞെക്കട്ടെ? എടാ ഏതെങ്കിലും ബട്ടനൊക്കെ കേൾക്കണമെന്ന്. അവന്മാരെ അടിച്ച് ഇപ്പം അവന്മാരെ തട്ടിക്കോളൂ. അവന്മാരെന്തോ തല്ലാത്ത അവിടെ തീർന്നടാ. എടാ ഒന്ന് അടിയടാ. വരുന്ന സാധനത്തിനൊന്ന് തിരിച്ചടിയടേ. എടാ ചത്ത്. ഞാൻ പിന്നെ അവിടെ ചെല്ലട്ടെ, എന്നിട്ട് അവനെ എങ്ങനെ നമുക്ക് കൊല്ലാം.
ഓക്കെ ഞാൻ പിന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടുത്തെ കുറച്ച് തീയൊക്കെ ഒന്ന് അണച്ചിട്ട് അങ്ങോട്ട് അവനെന്നെ കണ്ടിട്ടില്ല. അവനെന്നെ അയ്യോ അയ്യോ എടാ ഈ തീയൊന്നും എടുത്തടാ. തീയും സൂപ്പർ. അവന്മാരല്ലേ ഇപ്പൊ പറ്റിക്കിടും. എടാ എനിക്ക് അവന്മാരുടെയും ചാണ്ട. ഞാൻ ചാടിച്ചത്തോളാം. എനിക്ക് അവന്മാരുടെയും ചാണ്ട. എൻ്റെ പൊന്നടാ ഇവിടെ നൈറ്റ്. ഇപ്പൊ ഇവിടുത്തെ സോംബിയുടെ ക്രീപ്പറിൻ്റെ എടാ ഇന്നെന്ത് അൺലക്കി ഡേ ആടാ. ഷേ ആൻഡ് കുഴപ്പമില്ല ഗൈസ്. ഞാൻ ഒന്നുകൂടെ നമുക്ക് പോയിട്ട് നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലോട്ടൊന്ന് ബ്രിഡ്ജ് ചെയ്ത് നോക്കാം. എടാ ഞാൻ ഇങ്ങോട്ടൊരു 100 ബ്ലോക്കോളം ബ്രിഡ്ജ് ചെയ്താണ്. ഞാൻ ഓപ്പോസിറ്റ് സൈഡിലോട്ടാണ് എടുത്തത്. ആൻഡ് ഇതുവരെ ഞാനൊരു ഭയവും പോലും കണ്ടിട്ടില്ല ഗൈസ്. അവിടെ എന്തോ ഒന്ന് കാണാൻ തോന്നുന്നു. ബട്ട് എൻ്റെ റെൻഡർ ഡിസ്റ്റൻസ് നല്ല കുറവാണ്. സോ ഞാൻ പിന്നെ ഒന്ന് ബ്രിഡ്ജ് ചെയ്ത് നോക്കട്ടെ ഗൈസ്. ഓക്കെ ഞാൻ കുറച്ചുകൂടെ ഒന്ന് ബ്രിഡ്ജ് ചെയ്തിട്ടാണ്. ഓക്കെ ഗൈസ് ഞാൻ കുറച്ച് നേരം കൂടെ ഒന്ന് ബ്രിഡ്ജ് ചെയ്തു. ഞാൻ ചെറുതായിട്ടൊന്ന് AFK ആയിരുന്നു ഗൈസ്. ഓക്കെ നമുക്കിനിയും അങ്ങോട്ട് ഇനി ഒന്നുകൂടെ അയ്യോ ചത്തു. പിന്നെ ചത്തു മരണം. ഓക്കെ ഞാൻ ആ ബ്രിഡ്ജാണെങ്കിൽ ഞാനിങ്ങനെ കൊണ്ട് തിരിച്ച് എക്സ്റ്റെൻഡ് ചെയ്തു. ആ ഗാസിനൊക്കെ എങ്ങനെയൊക്കെയോ ഞാൻ അവിടെ നിന്ന് അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നു. ഞാൻ ഇവിടെ നിന്ന് കുറച്ച് ഗ്ലോ ഡസ്റ്റ് എന്തോ ഒരു ഡസ്റ്റ് അങ്ങനെ കണ്ടല്ലേ ഇനി പറയുന്നത്. ഓക്കെ ആ സാധനം എന്താ ഇനി പറയുന്നത്? എന്തോ ഒരു സാധനം ഗ്ലോ ഡസ്റ്റ് അതെ അങ്ങനെ കണ്ട് പറയാം. ഓക്കെ അത് ഞാൻ കുറച്ച് കളക്ട് ചെയ്യാണ്. നമുക്കിനി ഇത് വെച്ച് മൈനിങ് ഏരിയയിൽ അഡ്ജസ്റ്റ് ചെയ്യാം ഗൈസ്. ഞാൻ ഇവിടെ എങ്ങും ഫോർട്രസ് കണ്ടില്ല ഗൈസ്. എനിക്ക് വയ്യ ഇനി ഫോർട്രസും തപ്പി നടക്കാൻ. ഫോർട്രസിൽ പോയിട്ട് ബ്ലേസിനെ കൊല്ലണം ഗൈസ്. ബ്ലേസിനെ കൊന്നാലേ ഒരു ഇത് കിട്ടത്തുള്ളൂ. ഓക്കെ നമുക്കിത് ഒരു സ്റ്റാക്ക് എടുത്തിട്ട് നമുക്ക് അങ്ങ് പോകാം ഗൈസ്. ഒരു സ്റ്റാക്ക് ആയോ? ഒരു സ്റ്റാക്കിന് ഒരു 4 എണ്ണം കൂടെ. അങ്ങോട്ട് പോകണോ അതോ ഇതേതെങ്കിലും ഒരെണ്ണം പൊട്ടിച്ച് നോക്കണോ ഗൈസ്? ഇതേതെങ്കിലും അത് കിട്ടത്തില്ല. ഇതിന് അല്ല വേണ്ട ഗൈസ്. നമുക്ക് അപ്പുറത്തെ സൈഡിൽ ഇവിടെ ഒരെണ്ണം ഇപ്പോൾ ഉണ്ടല്ലോ. ഇതങ്ങ് എടുത്താൽ പോരെ. ഓക്കെ അന്നേരം ഒരു സ്റ്റാക്ക് കിട്ടും. എനിക്ക് തോന്നുന്നു ഒരു സ്റ്റാക്കിൽ നിന്ന് എനിക്ക് തോന്നുന്നു 16 ഇത് കിട്ടും ഗൈസ്. നമുക്ക് അങ്ങനത്തെ ഒരു മിനിമം ഒരു സ്റ്റാക്ക് എങ്കിലും ലൈറ്റ് വേണം ഗൈസ്. പിന്നെ നമുക്ക് റെഡ് സ്റ്റോൺ ലാമ്പ് വെക്കാം. അതായിരിക്കും നല്ലത്. സോ ഇനി നമുക്ക് എങ്ങനെ തിരിച്ച് മേളിൽ കയറാം? ഓ മൈ ഗോഡ് ഞാൻ എന്നാൽ മേളിലോട്ട് കയറാം ഗൈസ്. മേളിലോട്ട് കയറാം അതായിരിക്കും നല്ലത്. അല്ലാതെ ഇനിയും അങ്ങോട്ട് പോകുന്ന ഇച്ചിരി കൂടെ ടഫാണ് ഗൈസ്. നമുക്ക് മേളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. മേളിൽ എനിക്കൊന്ന് റൂം ലൈറ്റ് ഒക്കെ ഉണ്ട്. നമുക്ക് അതുകൂടെ ഒന്ന് ഓക്കെ ഞാനിവിടെ മേളിലെത്തിയിട്ടുണ്ട്. സോ അവിടെ ഇതുകൊണ്ട് നമുക്ക് 2 ടൈപ്പ് ബയോമുണ്ട്. വാർപ്ഡ് ഫോറസ്റ്റ് ഉണ്ട്. ഇത് ക്രിംസൺ ഫോറസ്റ്റ് അങ്ങനെ കണ്ടില്ലേ. ഇത് രണ്ടും ഉണ്ട് ഇവിടെ തന്നെ. വാർപ്ഡ് ഫോറസ്റ്റ് നമുക്ക് പോയിട്ട് എൻഡർപോളൊക്കെ ഒപ്പിക്കണം. ആൻഡ് നമുക്കിതില്ല ഗൈസ്. ഇതൊരു സൂപ്പർ മരണം. പിന്നെയും എൻ്റെ ദൈവമേ ഇവിടെ ലൈറ്റ് വേണ്ട. അടുത്ത സോംബിയൊക്കെ വരുന്നു. ചാടിക്കടന്ന് ഉറങ്ങടാ. പിന്നെ ഞാൻ സീഡൊക്കെ ഒന്ന് എടുത്ത് നോക്കി. എന്നിട്ട് ചങ്ക് ബേസിലാണെങ്കിൽ പോയിട്ട് നമുക്ക് സീഡൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്ത് അത് സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി ഗൈസ്. അതൊന്നും പറ്റുന്നില്ല. പിന്നെ ഞാൻ വേറൊരു വീഡിയോ കാണിക്കാം. നിങ്ങളതൊന്ന് പോയി കാണേ. എടി ഇത് നമ്മുടെ ഗ്രാനൈറ്റിൻ്റെ ഏരിയ ആണ്. സോ ഞാനിവിടെയാണ് കുറച്ച് ഗ്രാനൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു 3 ബ്ലോക്ക് ഹൈറ്റിലൊന്ന് മൈൻ ചെയ്യായിരുന്നു. അപ്പം ഞാനാണ് താഴെ പോയിട്ട് സ്റ്റെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വന്നപ്പം വേണ്ട പിന്നെ ഇവിടെ സ്ലൈം നിൽക്കുന്നത്. സോ ഇതൊരു സ്ലൈം ജഗ്ഗാണ്. സോ നമുക്കിനിയും ഭാവിയിൽ ഇവിടെ ഒരു സ്ലൈം ഫാം നമുക്ക് സെറ്റ് ചെയ്യാം. സോ ഓക്കെ ഗൈസ് അത് നല്ലൊരു ഐഡിയ ആണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഡോറ് പോലെ സെറ്റ് ചെയ്ത് സ്ലൈം ഫാമൊക്കെ ആക്കി സെറ്റ് ചെയ്യാം. അത് നമുക്കൊരു കിടിലൻ ലുക്ക് ബിൽഡാക്കാം ഗൈസ്. ഓക്കെ അപ്പം നമുക്ക് ഇവിടെ അടയ്ക്കണ്ട. ഇപ്പം തന്നെ നമുക്കൊരു 10-24ഓളം സ്ലൈം കിട്ടുന്നുണ്ട് ഗൈസ്. കണ്ട സുഖമായിട്ട് എല്ലാത്തിനും തട്ടിക്കൊല്ലാം. ഓക്കെ അങ്ങനെ എൻ്റെ മാക്സും പൊട്ടി 17 സ്ലൈം ബോളും കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ നമുക്കെന്നാൽ നമ്മുടെ ബാക്കി ബിൽഡിലേക്ക് പോകാം. ഓക്കെ നമ്മളങ്ങനെ റെൻഡർ ഡിസ്റ്റൻസ് കൂട്ടിയിട്ട് സോ നമ്മുടെ ബേസ് കണ്ട് ഈ ഒരു ലുക്കാണ്. എടാ അതൊരു വില്ലേജ് അല്ലേ ഗൈസ്? ആൻഡ് നല്ല ലുക്കുള്ളൊരു ഡെസേർട്ട് ബയോം ഗൈസ്. അതിന് നമുക്കിത് കിടിലം ബിൽഡാക്കി എടുക്കണം ഗൈസ്. നമുക്കിവിടെ മറ്റേ ഒരു ഡെസേർട്ടിലെ വല്ല മോണുമെൻ്റ് ഒക്കെ ഉണ്ടല്ലോ. എന്ത് മോണുമെൻ്റ് അല്ല, ഗിസയിലെ പിരമിഡാ. അതൊക്കെ നമുക്കിവിടെ ബിൽഡ് ചെയ്ത് വെക്കാം ഗൈസ്. സോ അതൊക്കെ വൈബായിരിക്കും. സോ നമുക്ക് ഇത് വില്ലേജ് അല്ലേ? ഓക്കെ ഗൈസ് നമുക്കങ്ങനെ വില്ലേജേഴ്സിനെയും കിട്ടി. നമുക്കെന്നാൽ വില്ലേജേഴ്സിനെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ എന്നാൽ ഒരു ബ്രീഡർ ഉണ്ടാക്കാം ഗൈസ്. എന്നിട്ട് നമുക്ക് നോർമലി നമുക്കെന്നാൽ അയൺ ഫാം ഉണ്ടാക്കി ട്രേഡിങ് ഹാളും ഉണ്ടാക്കി നമുക്ക് ഫുൾ ഡയമണ്ട് ആർമറിലേക്ക് അങ്ങ് സ്വിച്ച് ആകാം ഗൈസ്. അതായിരിക്കും നല്ലത്. നമുക്കൊരു 3-4 എപ്പിസോഡ് ഉണ്ട് ഇവന്മാരുടെ പുറകിനിരുന്ന് നമുക്കത് സെറ്റാക്കാം. ആൻഡ് ഇവിടെ ഫുഡും കാണും ഗൈസ്. ഇതെനിക്ക് തോന്നുന്നു വേറെ ഇതാണെന്ന് തോന്നുന്നു, ഡെസേർട്ടാണെന്ന് തോന്നുന്നു. നമ്മൾ ആദ്യം കണ്ട ഡെസേർട്ട് ഇങ്ങനെ അല്ലായിരുന്നു. അതെനിക്ക് തോന്നുന്നു അത് അപ്പുറത്തോട്ട് പോകുമ്പോൾ വേറെ കാണും ഗൈസ്.
ആൻഡ് നമുക്ക് ഈ ഡെസേർട്ടിൻ്റെ മേളിൽ കൂടെ ഒക്കെ ഒന്ന് എടാ മറ്റേ എന്തായിരുന്നു സവാന എന്തായിരുന്നു അതിന് ഏതോ ഒരു ബയോം എന്തായിരുന്നു അതിൻ്റെ പേരെന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, ആ ബയോം നമ്മൾ മുമ്പേ കണ്ടായിരുന്നു കേസ്. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വിട്ട് ഇങ്ങനെ കറങ്ങിയാന്ന് തോന്നുന്നു കേസ്. അതെ, നമുക്ക് മേളിൽ പോയിട്ട് മേളിൽ കുറച്ച് ഇതിപ്പുണ്ട് ഈ ഹേബയിലൊക്കെ എടുത്ത് ഞാൻ ഫുഡൊക്കെ സെറ്റ് ആക്കട്ടെ, എന്നിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേസ്. ഓക്കെ ഗൈസ്, ഫൈനലി അങ്ങനെ നമ്മൾക്ക് കുറച്ചധികം ഫുഡ് കിട്ടിയിട്ടുണ്ട്. ഏകദേശം 1 സ്റ്റാക്കോളം ഫുഡ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. പിന്നെ ഒരു മൾട്ടിപ്ലെയർ വീഡിയോയുടെ കാര്യം പറയുന്നുണ്ട്, അത് നമുക്ക് എന്തായാലും സെറ്റ് ആക്കും ഗൈസ്. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയോടെ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോസ് ബൈ. Yeah, I'm the king when I'm in the rain. Got my G when I'm in the van. Gone link pics on a middleman. Ain't nothing but a gold thing.